Hi all, welcome back to biology class. Let us start our fifth chapter, that is excretion to maintain homeostasis. Homeostasis എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ബോഡിക്കകത്തുള്ള സ്റ്റേബിൾ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ കാൽഷ്യം ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ, ബോഡി ടെമ്പറേച്ചർ, വാട്ടർ ലെവൽ, കെമിക്കൽ ലെവൽ, ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഹോമിയോസ്റ്റാസിസ്. ഇതൊന്നും കൂടാനോ കുറയാനോ പാടില്ല. ഓക്കെ, സോ വിച്ച് പ്രോസസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ്? Excretion. Observe this figure. Have you noticed waste dumped like this? Yes, right? So what happens if wastes are dumped like this? ഇങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരുപാട് ഡിസീസസ് വരും. സോ വി നീഡ് ടു അവോയ്ഡ് ദിസ്. പ്രോസസ്സിങ്, റീയൂസിങ് ഓർ റീസൈക്ലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുവഴി എൻവയോൺമെൻറ്റ് ക്ലീൻ ചെയ്യാനും സാധിക്കും. ദെൻ വാട്ട് അബൌട്ട് അവർ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, ദാറ്റ് ഈസ് ഇൻസൈഡ് അവർ ബോഡി? വേസ്റ്റ് മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നില്ലേ? സോ ബോഡി എങ്ങനെയാണ് ഈ വേസ്റ്റിനെ ക്ലീൻ ചെയ്യുന്നത്? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ഫ്രം ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്ത വേസ്റ്റ് മെറ്റീരിയൽസ് ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്ന, റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. ദിസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എക്സ്ക്രീഷൻ. വിച്ച് ആർ ദ മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഇൻ ഹ്യൂമൻ ബീങ്സ്? ഹ്യൂമൻ ബീങ്സിലുള്ള മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ദേ ആർ നൈട്രോജനസ് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. അമിനോ ആസിഡിൻ്റെയും ന്യൂക്ലിക് ആസിഡിൻ്റെയും മെറ്റബോളിസം, ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നൈട്രോജനസ് കോമ്പൗണ്ട് ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വിച്ച് ആർ ദ ബൈ പ്രോഡക്ട്സ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്. ഹൗ ഡു ദ വേസ്റ്റ് മെറ്റീരിയൽസ് ഫോംഡ് ഇൻസൈഡ് ദ സെൽ റീച്ച് എക്സ്ക്രീറ്ററി ഓർഗൻസ്? സെൽസിലാണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ് എക്സ്ക്രീറ്ററി ഓർഗൻസിലേക്ക് മൂവ് ചെയ്യുന്നത്? ഫ്രം ദ സെൽ ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ് ഇറ്റ് റീച്ചസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻസ്. ടിഷ്യൂ ഫ്ലൂയിഡ് വഴിയും ബ്ലഡ് വഴിയും മൂവ് ചെയ്ത് ഈ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെയും എക്സ്ക്രീറ്ററി ഓർഗൻസിലേക്ക് എത്തും. Then which are the excretory organs in human beings? Observe the figure. They are skin, lungs, liver and kidney. Among this, kidney is the major excretory organ. ഇതിൽ കിഡ്നി ആണ് മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ. സ്കിൻ എക്സ്പെൽ വാട്ടർ ആൻഡ് സാൾട്ട്. സ്കിന്ന് വഴി എന്തൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് റിമൂവ് ചെയ്യുന്നത്? വാട്ടർ ആൻഡ് സാൾട്ട് ത്രൂ സ്വെറ്റ്. ഓക്കെ, സ്വെറ്റായി റിമൂവ് ചെയ്യപ്പെടും, വിയർപ്പായി റിമൂവ് ചെയ്യപ്പെടും. ലങ്സ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ്. ലങ്സ് വഴി റിമൂവ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലിവർ സിന്തസിസ് ഓഫ് യൂറിയ. ലിവർ യൂറിയ ഫോം ചെയ്യും. സോ ഹ്യൂമൻ ബീങ്സിലുള്ള മെയിൻ വേസ്റ്റ് മെറ്റീരിയലാണ് യൂറിയ. കിഡ്നി എക്സ്പെൽ യൂറിയ ആൻഡ് വാട്ടർ. സോ വിച്ച് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽസ് എക്സ്പെൽഡ് ബൈ കിഡ്നി? യൂറിയ ആൻഡ് വാട്ടർ. ഫങ്ഷൻസ് ഓഫ് ലിവർ. ലിവറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ലിവർ ഈസ് ദ വേസ്റ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ലിവർ. അതായത് വേസ്റ്റ് മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്ത് ഹാംലെസ് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നത് ലിവറാണ്. ലിവർ കൺവേർട്സ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻ ടു ഹാംലെസ് സബ്സ്റ്റൻസസ്. ലിവർ ടോക്സിക് സബ്സ്റ്റൻസ് മീൻസ് പോയ്സണസ് സബ്സ്റ്റൻസസിന് ഹാംലെസ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലെസ് ടോക്സിക് സബ്സ്റ്റൻസ് ആക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ, ലിവർ കൺവേർട്സ് അമോണിയ, എ ടോക്സിക് സബ്സ്റ്റൻസ് ഇൻ ടു യൂറിയ, ലെസ് ടോക്സിക്. ലിവർ അമോണിയനെ യൂറിയ ആക്കി കൺവേർട്ട് ചെയ്യും. അമോണിയ ഹൈലി ടോക്സിക് ആണ്, യൂറിയ ലെസ് ടോക്സിക് ആണ്. ദെൻ ഹൗ ദിസ് അമോണിയ ഈസ് ഫോംഡ് ഇൻസൈഡ് അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് അമോണിയ അതായത് ടോക്സിക് ആയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത്? അമിനോ ആസിഡ്സ് ആർ ഫോംഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് അമിനോ ആസിഡ്സ് ഫോം ചെയ്യും. അമിനോ ആസിഡ് അണ്ടർഗോ മെറ്റബോളിസം. മെനി നൈട്രോജനസ് ബൈ പ്രോഡക്ട്സ് ആർ ഫോംഡ്. അമിനോ ആസിഡ് നെക്സ്റ്റ് മെറ്റബോളിസം നടക്കും. ഈ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് ഒരുപാട് നൈട്രോജനസ് ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ദ മോസ്റ്റ് ഹാംഫുൾ ബൈ പ്രോഡക്റ്റ് ഈസ് അമോണിയ. അതിൽ ഫോം ചെയ്യുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഒരു ബൈ പ്രോഡക്റ്റാണ് അമോണിയ. സോ അമോണിയ ഹൈലി ടോക്സിക് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം. ലിവർ അമോണിയനെ ലെസ് ടോക്സിക് ആയ യൂറിയ ആക്കി മാറ്റും. ലെറ്റ് us see how liver convert ammonia to urea. That is synthesis of urea by liver. The ammonia formed in cells reach the liver through blood.
സെൽസിൽ ഫോം ചെയ്ത ഹാംഫുൾ ബൈ പ്രൊഡക്റ്റായ അമോണിയ ബ്ലഡിലെ കൂടെ ലിവറിലേക്ക് എത്തും. ഇൻ ദ ലിവർ ഇറ്റ് കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസ് ആൻഡ് ഈസ് കൺവേർട്ടഡ് ടു യൂറിയ. ലിവറിൽ വെച്ച് ഈ റിയാക്ഷൻ നടക്കും. ദാറ്റ് ഈസ് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടറുമായി കമ്പൈൻ ചെയ്ത് യൂറിയ ഫോം ചെയ്യും with the help of some enzymes. Okay, so this reaction takes place in liver. Toxic substances and liver. Liver cells get damaged when alcohol enters the body and also when we consume food containing artificial ingredients. നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്താലോ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത ഫുഡ് കഴിച്ചാലോ ലിവർ പെട്ടെന്ന് ഡാമേജ് ആകും. എന്തുകൊണ്ടായിരിക്കും? ആൽക്കഹോളിനെയും ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസിനെയും ഹാംലെസ് സബ്സ്റ്റൻസ് ആക്കി മാറ്റാൻ ലിവർ ഒരുപാട് സമയം വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ലിവറിന് ഡാമേജ് വരും. നമ്മുടെ ലിവറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, റീജനറേഷൻ പവർ. അതായത് ലിവറിന് ഗ്രോ ചെയ്യാൻ സാധിക്കും, വളരാൻ സാധിക്കും. ലിവറിൻ്റെ ഒരു ഭാഗം ഡിസ്ട്രോയ് ആയാൽ അവിടെ പുതിയ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഫോം ചെയ്യും. ബട്ട് ഹിയർ ഇഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ലിവർ സെൽസ് ബിക്കം ഹയർ ദാൻ ഇറ്റ്സ് റീജനറേഷൻ പവർ ഇറ്റ് വിൽ ലീഡ് ടു ദ കംപ്ലീറ്റ് ഡാമേജ് ഓഫ് ദ ലിവർ. പക്ഷേ ഒരാൾ കണ്ടിന്യൂസ് ആയി ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? റീജനറേഷൻ പവറിനേക്കാളും കൂടുതലാണ് ലിവർ സെൽസിൻ്റെ ഡാമേജ് എങ്കിൽ ലിവർ കംപ്ലീറ്റ് ആയി ഡിസ്ട്രോയ് ആകും. സോ വി ഹാവ് ടു അവോയ്ഡ് ഫുഡ് കണ്ടെയ്നിങ് ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ആൻഡ് ഓൾസോ കൺസ്യൂമിങ് ആൽക്കഹോൾ. നമ്മൾ ആദ്യം പറഞ്ഞു സ്കിന്ന് ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. ഇറ്റ് എക്സ്പെൽ വാട്ടർ ആൻഡ് സോൾട്ട്. ഹൗ? ഇൻ ദ ഫോം ഓഫ് സ്വെറ്റ്. സ്വെറ്റായാണ് സ്കിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്യുക. Then how this sweat is formed? Formation of sweat. Sweat glands in the skin produce sweat. The sweat glands are surrounded by blood capillaries. സ്കിന്നിൽ കാണുന്ന സ്വെറ്റ് ഗ്ലാൻസ് ആണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്വെറ്റ് ഗ്ലാൻസിനെ സറൗണ്ട് ചെയ്ത് ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് കാണാം. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദീസ് കാപ്പിലറീസ് സോൾട്ട് ആൻഡ് വാട്ടർ ഫ്രം ദ ബ്ലഡ് എൻറ്റർ ദ സ്വെറ്റ് ഗ്ലാൻസ്. ദിസ് അപ്പിയേഴ്സ് ആസ് സ്വെറ്റ് ഡ്രോപ്സ് ഓൺ ദ സ്കിൻ സർഫസ്. ബ്ലഡ് ഈ കാപ്പിലറീസിലെ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിൽ നിന്നും സോൾട്ടും വാട്ടറും സ്വെറ്റ് ഗ്ലാൻസിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ഇതാണ് പിന്നീട് സ്വെറ്റായി സ്കിന്നിൻ്റെ സർഫസിൽ കാണുന്നത്. സോ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് സ്വെറ്റ്? സ്വെറ്റിൽ എന്തൊക്കെ കാണാം? സോൾട്ട് ആൻഡ് വാട്ടർ. ഒബ്ജക്റ്റീവ് ഓഫ് സ്വെറ്റിംഗ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്വെറ്റിംഗ് ഈസ് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. സ്വെറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ വൺ പോയിൻറ്റ് ഹിയർ. സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗനാണ് സ്കിൻ. വി ഡിസ്കസ്ഡ് അബൌട്ട് ലിവർ ആൻഡ് സ്കിൻ. ലങ്സിനെ പറ്റി നമ്മൾ 4th ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. നെക്സ്റ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? കിഡ്നി. ദിസ് ഈസ് ദ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. Observe the figure. This is our excretory system, kidney and associated part. Okay, you can see a pair of kidneys there and 2 blood vessels, renal vein and renal artery, and a tube-like structure, ureter, urinary bladder, urethra. അതായത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ പാർട്സ് ഏതൊക്കെയാണ്? പെയർ ഓഫ് കിഡ്നി, 2 കിഡ്നീസ് കാണാം, റീനൽ ആർട്ടറി, റീനൽ വെയിൻ കാണാം, ബ്ലഡ് വെസൽസ് ആണ്. കിഡ്നിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് യൂറീറ്റർ ആൻഡ് യൂറിനറി ബ്ലാഡർ കാണാം. യൂറിനറി ബ്ലാഡർ ഓപ്പൺ ചെയ്യുന്നത് യൂറിത്ര വഴിയാണ്. നൗ ഒബ്സർവ് ദിസ് ഫിഗർ. കിഡ്നിയുടെ എൻലാർജ്ഡ് ഫിഗറാണിത്. റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻ, 2 ബ്ലഡ് വെസൽസ് കാണാം. ആൻഡ് നൗ ഒബ്സർവ് ദിസ് ഫിഗർ. യു ക്യാൻ സീ സം അതർ സ്ട്രക്ചേഴ്സ് ഓൾസോ. ഏതൊക്കെയാണ്? ഔട്ടർ പാർട്ട് ഈസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല. ലൈറ്റ് കളറിൽ കാണുന്ന ഔട്ടർ പാർട്ടാണ് കോർട്ടെക്സ് ആൻഡ് ഡാർക്ക് കളറിൽ കാണുന്ന ഇന്നർ പാർട്ടാണ് മെഡുല്ല. 2 കിഡ്നിക്കകത്തും ഒരുപാട് നെഫ്രോൺസ് കാണും. ബ്ലഡ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചറാണ് നെഫ്രോൺസ്. സോ ഈ നെഫ്രോൺസിൻ്റെ ആദ്യത്തെ ഭാഗം, അൾട്രാ ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗം കാണുന്നത് കോർട്ടെക്സിലാണ്. ഓക്കെ, ആൻഡ് നെഫ്രോൺസിൻ്റെ ലോങ് ട്യൂബ് പോലെ കാണുന്ന ഭാഗം കാണുന്നത് മെഡുല്ലയിലാണ്. നെഫ്രോണിൽ വെച്ചാണ് യൂറിൻ ഫോർമേഷന് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം യൂറിൻ റിലീസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് പെൽവിസ്. പെൽവിസിൽ നിന്നും യൂറിൻ യൂറീറ്ററിലേക്ക് മൂവ് ചെയ്യും, നെക്സ്റ്റ് യൂറിനറി ബ്ലാഡറിലേക്ക് മൂവ് ചെയ്യും, അതിനുശേഷം യൂറിത്ര വഴി റിലീസ് ചെയ്യും. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കിഡ്നി? Kidneys are the organs which filter urea, vitamins, salt and other substances harmful to the human body from the blood and expel them through urine.
സോ ബ്ലഡിൽ നിന്നും ഹാംഫുള്ളായ സബ്സ്റ്റൻസസ് ഫിൽട്ടർ ചെയ്ത് യൂറിൻ ഫോം ചെയ്യുക എന്നതാണ് കിഡ്നീൻ്റെ ഫങ്ഷൻ. ഷേപ്പ് ഓഫ് ദ കിഡ്നി ഈസ് ബീൻ ഷേപ്പ്ഡ്. ബീൻ ഷേപ്പ്ഡ് ആണ്. ലൊക്കേഷൻ ഇൻ ദ എബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ എയ്തർ സൈഡ്സ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. എബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. വെർട്ടിബ്രൽ കോളത്തിൻ്റെ 2 സൈഡിലായിട്ടാണ് ലൊക്കേഷൻ. വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ല്. ഇനി ഓരോ പാർട്ടിൻ്റെയും പെക്യുലാരിറ്റി ഓർ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റീനൽ ആർട്ടറി, ബ്രാഞ്ച് ഓഫ് അയോട്ട. അയോട്ടൻ്റെ ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി. കിഡ്നിയിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് റീനൽ ആർട്ടറിയാണ്. ദാറ്റ് ഈസ് കിഡ്നിയിലേക്ക് ഇംപ്യൂർ ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ ആർട്ടറിയാണ്. റീനൽ വെയിൻ, ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ഔട്ട് ടു വീന കാവ. കിഡ്നിയിൽ നിന്നും പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് റീനൽ വെയിനാണ്. കിഡ്നിയിൽ നിന്നും ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് നെക്സ്റ്റ് വീന കാവയിലേക്ക് കൊണ്ടുപോകുന്നത് റീനൽ വെയിനാണ്. കോർട്ടെക്സ്, ദ ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ കിഡ്നി, അൾട്രാ ഫിൽറ്റേഴ്സ് ഓഫ് ദ നെഫ്രോൺസ് ആർ ഫൗണ്ട് ഹിയർ. കിഡ്നിയുടെ പുറമെ കാണുന്ന ലൈറ്റ് കളറിൽ കാണുന്ന ഭാഗമാണ് കോർട്ടെക്സ്. നെഫ്രോൺസിൻ്റെ അൾട്രാ ഫിൽറ്റേഴ്സ് കാണുന്നത് കോർട്ടെക്സിലാണ്. മെഡുല്ല, ദ ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട് ഓഫ് ദ കിഡ്നി, ലോങ് ട്യൂബ്യൂൾസ് ഓഫ് നെഫ്രോൺസ് ആർ ഫൗണ്ട്. ഡാർക്ക് കളറിൽ കാണുന്ന കിഡ്നിൻ്റെ അകത്ത് കാണുന്ന പാർട്ടാണ് മെഡുല്ല. ഇവിടെ നെഫ്രോൺസിൻ്റെ ലോങ് ട്യൂബ്യൂൾസ് കാണാം. പെൽവിസ് റീജിയൻ വെയർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു. യൂറിൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെഫ്രോൺസിൽ നിന്നും നെക്സ്റ്റ് പെൽവിസിലേക്ക് മൂവ് ചെയ്യും. യൂറിറ്റർ, ട്യൂബ് വിച്ച് ക്യാരി യൂറിൻ ടു ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിലേക്ക് യൂറിൻ കൊണ്ടുപോകുന്ന ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് യൂറിറ്റർ. യൂറിനറി ബ്ലാഡർ സ്റ്റോർ യൂറിൻ. യൂറിൻ സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ് യൂറിനറി ബ്ലാഡർ. യുറിത്ര, യൂറിൻ എക്സ്പെൽഡ് ഔട്ട് ത്രൂ യുറിത്ര. യുറിത്ര വഴിയാണ് യൂറിന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, നെഫ്രോൺ. ഈച്ച് കിഡ്നി ഈസ് കംപ്രൈസ്ഡ് ഓഫ് എബൌട്ട് 12 lakh അൾട്രാ ഫിൽറ്റേഴ്സ്. ദീസ് ആർ കോൾഡ് നെഫ്രോൺസ്. 2 കിഡ്നിയിലായി അറൌണ്ട് 12 lakh നെഫ്രോൺസ് ഉണ്ട്. ഓക്കെ, നെഫ്രോൺസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ്. ബ്ലഡ് ഫിൽട്രേഷൻ നടന്ന് യൂറിൻ ഫോം ചെയ്യുന്നത് നെഫ്രോണിൽ വെച്ചാണ്. ലെറ്റ് us ഒബ്സർവ് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെഫ്രോൺ. നെഫ്രോണിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദിസ് ഈസ് ബൗമൻസ് ക്യാപ്സ്യൂൾ. ഈ കപ്പ് പോലെ കാണുന്ന പാർട്ടാണ് ബൗമൻസ് ക്യാപ്സ്യൂൾ. ആൻഡ് ദിസ് ഈസ് എഫറൻറ്റ് വെസൽ. ഓക്കെ, ഇതാണ് എഫറൻറ്റ് വെസൽ. കിഡ്നിയിലേക്ക് ഇംപ്യൂർ ബ്ലഡ് കൊണ്ടുവരുന്ന റീനൽ ആർട്ടറിൻ്റെ ബ്രാഞ്ചാണ് എഫറൻറ്റ് വെസൽ. ആൻഡ് ഹിയർ ഗ്ലോമെരുലസ് ആൻഡ് ദിസ് ഈസ് ഇഫറൻറ്റ് വെസൽ. ഇതാണ് ഇഫറൻറ്റ് വെസൽ. ആൻഡ് ദിസ് ഈസ് റീനൽ ട്യൂബ്യൂൾ. ട്യൂബ് പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന പാർട്ടാണ് റീനൽ ട്യൂബ്യൂൾ. ആൻഡ് ദിസ് വൺ, ഈ നെറ്റ്വർക്ക് പോലെ കാണുന്ന റീനൽ ട്യൂബ്യൂളിന് ചുറ്റും നെറ്റ്വർക്ക് പോലെ കാണുന്ന പാർട്ടാണ് പെരി ട്യൂബുലാർ കാപ്പിലറീസ്. ആൻഡ് ദിസ് ഈസ് കളക്റ്റിംഗ് ഡക്റ്റ്. നെഫ്രോണിൻ്റെ ഫസ്റ്റ് പാർട്ട് എൻലാർജ് ചെയ്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സും അതിൻ്റെ ഫങ്ഷൻസും നോക്കാം. So observe this figure. Okay, this is Bowman's capsule, the double-walled cup-shaped structure at one end of the nephron. നെഫ്രോണിൻ്റെ ഒരറ്റത്തായി കാണുന്ന ഡബിൾ വാളുള്ള കപ്പ് പോലെ കാണുന്ന സ്ട്രക്ചറാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. ദ സ്പേസ് ബിറ്റ്വീൻ ദ 2 walls ഈസ് കോൾഡ് ക്യാപ്സുലാർ സ്പേസ്. 2 വാളിൻ്റെയും ഇടയിലായി കാണുന്ന സ്പേസ്, അതായത് ഈ സ്പേസിനെയാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയാം. This is efferent vessel, the branch of renal artery which enters the Bowman's capsule. റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ് എഫറൻറ്റ് വെസൽ. ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് വരുന്ന ഒരു ബ്ലഡ് വെസലാണ് എഫറൻറ്റ് വെസൽ. ഓക്കെ, എഫറൻറ്റ് വെസലിൽ കാണുന്നത് ഇംപ്യൂർ ബ്ലഡ് ആണ്. ദിസ് വൺ ഗ്ലോമെരുലസ്, ദ റീജിയൻ വെയർ എഫറൻറ്റ് വെസൽ എൻറ്റേഴ്സ് ദ ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു മൈന്യൂട്ട് ക്യാപ്പിലറീസ്. എഫറൻറ്റ് വെസൽ ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് വന്ന് ചെറിയ ക്യാപ്പിലറീസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ഇതിന് ഗ്ലോമെരുലസ് എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് ഇഫറൻറ്റ് വെസൽ, ദ ബ്ലഡ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ദ ബോമൻസ് ക്യാപ്സ്യൂൾ. ബോമൻസ് ക്യാപ്സ്യൂളിൽ നിന്നും നെക്സ്റ്റ് പുറത്തേക്ക് വരുന്ന ബ്ലഡ് വെസലാണ് ഇഫറൻറ്റ് വെസൽ. ബോമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞതിന് ശേഷം കാണുന്ന ട്യൂബുലാർ പാർട്ടാണ് റീനൽ ട്യൂബ്യൂൾ. ദ ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട് ദ ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദ കളക്റ്റിംഗ് ഡക്റ്റ്. ബോമൻസ് ക്യാപ്സ്യൂളിനെയും കളക്റ്റിംഗ് ഡക്റ്റിനെയും, ഇതാണ് കളക്റ്റിംഗ് ഡക്റ്റ്, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ട്യൂബുലാർ പാർട്ടാണ് റീനൽ ട്യൂബ്യൂൾ. ആൻഡ് ദിസ് ഈസ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. ബ്ലഡ് capillaries seen around the renal tubules as the continuation of the efferent vessel. Look here, efferent vesselന്റെ continuation ആയി റീനൽ ട്യൂബ്യൂളിനെ കവർ ചെയ്ത് കാണുന്ന നെറ്റ്വർക്ക് പോലെ കാണുന്ന ബ്ലഡ് capillaries ആണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്.
And this is the collecting duct, the part where renal tubules enter. Renal tubule enter ചെയ്യുന്ന പാർട്ടാണ് കളക്ടിംഗ് ഡക്ട്. എബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. ഇവിടെ വെച്ച് വാട്ടർ എബ്സോർപ്ഷൻ നടക്കും. യൂറിൻ ഈസ് കളക്റ്റഡ് ആൻഡ് ഈസ് ക്യാരിഡ് ടു ദ പെൽവിസ്. യൂറിൻ ഫോർമേഷന് കംപ്ലീറ്റ് ചെയ്യുന്നത് കളക്ടിംഗ് ഡക്റ്റിൽ വെച്ചാണ്. നെക്സ്റ്റ് യൂറിൻ പെൽവിസിലേക്ക് മൂവ് ചെയ്യും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെഫ്രോൺസ്. നെഫ്രോൺസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും അതിൻ്റെ ഫങ്ഷൻസും മനസ്സിലാക്കിയാൽ മാത്രമേ യൂറിൻ ഫോർമേഷന് മനസ്സിലാവുള്ളൂ. വൈൽ റൈറ്റിംഗ് നോട്ട്സ് യു ക്യാൻ പ്രിപ്പയർ എ ബോക്സ് ലൈക്ക് ദിസ് ആൻഡ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഓൾ പാർട്സ്. Bowman's capsule, double-walled cup-shaped structure. The space between the two walls is called capsular space. Efferent vessel, the branch of renal artery which enters the Bowman's capsule. Efferent vessel, the blood vessel that comes out of Bowman's capsule. Glomerulus, the region where efferent vessel enters the Bowman's capsule and splits into minute capillaries. Peritubular capillaries, blood capillaries seen around the renal tubule as the continuation of the efferent vessel. Renal tubule, the long tubule which connects to the Bowman's capsule and the collecting duct. Collecting duct, the part where renal tubules enter, absorption of water takes place, urine is collected and is carried to the pelvis.